നോർവേയുടെ പ്രശസ്തമായ ഫ്യോർഡുകളിലൂടെയുള്ള ദീർഘമായ ഒരു കറ്റമരൻ ക്രൂസിന് ശേഷം ബെർഗൻ നഗരത്തിലെ പിയറിൽ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. നേരം 7 മണി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും നല്ല വെയിലുണ്ട്. ഞാൻ നിൽക്കുന്ന പിയറിന്റെ നേരെ എതിർവശത്ത് ബ്രിഗൻ എന്ന പുരാതന നഗരഭാഗം കാണാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരക്കെട്ടിടങ്ങൾ നിരന്നു നിൽക്കുന്നു. അതിനു പിന്നിൽ മലനിരകൾ. ഉൾക്കടൽ തീരത്തു നിന്നും ടോർഗാൾ മെനിങ്നൻ എന്ന സ്ക്വയറിലേക്കാണ് നടന്നെത്തിയിരിക്കുന്നത്. ബെർഗൻ നഗരത്തിലെ ഏറ്റവും പ്രമുഖമായ ചത്തുരമാണിത്. ചത്തുരത്തിന് നടുവിലെ സെയിലേഴ്സ് മോണിമെന്റാണ് ഇത്. വൈക്കിംഗ് കാലഘട്ടം മുതലുള്ള നോർവേയുടെ കടൽ സാഹസികർക്കായി സമർപ്പിച്ചിരിക്കുന്ന സ്മാരകം. നോർവേയുടെ സമുദ്രയാത്രികർക്കായുള്ള ഉചിതമായ ഒരു സ്മാരകം ബെർഗനിൽ സ്ഥാപിക്കാനുള്ള ആലോചനകൾ 1920കളിലാണ് ആരംഭിച്ചത്. അതിനുവേണ്ടി നഗരഭരണകൂടം പ്രത്യേകമായൊരു ഫണ്ടും സ്വരൂപിച്ചു. അക്കാലത്തെ പ്രമുഖനായ നോർവീജിയൻ ശില്പി ഡയർ വായയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല. 2ാം ലോകമഹായുദ്ധം തുടങ്ങിയ 1939ലായിരുന്നു ഈ സ്മാരകത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. യുദ്ധം അവസാനിച്ച 1945-ൽ പണി പൂർത്തിയായി. 5 വർഷങ്ങൾക്ക് ശേഷം 1950ലായിരുന്നു അനാച്ഛാദനം. മാരിടൈം മോണിമെന്റ് ആയതിനാൽ ജലത്തിനു നടുവിലാണ് ഇത് നിൽക്കുന്നതും. ടോർഗാൾ മെനിങ്നൻ ദീർഘചതുരാകൃതിയിലുള്ള ഒരു നഗരചത്തുരമാണ്. സായന്തനത്തിൽ രസകരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. കുട്ടിയും പട്ടിയുമൊക്കെയായി നടക്കാനിറങ്ങിയവർ. സൈക്കിൾ ഒഴികെയുള്ള വാഹനങ്ങൾക്ക് ഈ സ്ക്വയറിൽ പ്രവേശനമില്ല. പ്രത്യേക ഡിസൈനിൽ കല്ലുപതിച്ച ഒരു ഭാഗം. അതിനു നടുവിൽ ഇവിടെ ഒരു ഫൗണ്ടനുണ്ട്. പരമ്പരാഗത രീതിയിലുള്ള ഫൗണ്ടനല്ല. വലിയ കൽപ്പാളികളിൽ ചാലുകളും പൊത്തുകളും ഉണ്ടാക്കി അതുവഴി ജലമൊഴുക്കുന്നു. ആധുനികമായ ഒരു ശില്പം തന്നെയാണിതെന്ന് പറയാം. സ്ക്വയറിന്റെ ഒരു ഭാഗത്ത് ബൈപാർക്കൻ എന്നറിയപ്പെടുന്ന ഉദ്യാനം. അതിനപ്പുറം ആഠ്യത്വം തുളുമ്പുന്ന മന്ദിരങ്ങൾ, നിരയൊത്തു നിൽക്കുന്ന മരങ്ങൾ. പലവിധ ശില്പങ്ങൾ കാണാം ചത്തുരത്തിൽ. ഒരു മാൻഹോളിന്റെ അടപ്പ് തുറന്നു വെച്ചതുപോലെ ഒരു ഗ്രാനൈറ്റ് പാളിയുണ്ടിവിടെ. അതൊരു ശില്പം തന്നെയാണ്. അലക്ഷ്യമായി കൊണ്ടുവന്നിട്ടതുപോലെ ചില കൽപ്പാളികൾ. ആധുനിക നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഗംഭീര മാതൃകകൾ തന്നെയാണ് ഇതെല്ലാം. ജോലിസ്ഥലത്തു നിന്നും മടങ്ങുന്നവർ. മൊബൈലിൽ ബ്രൗസ് ചെയ്യുന്ന സുന്ദരി. കരിങ്കൽ കുറ്റിയിലിരുന്ന് മൊബൈലിൽ നിന്ന് പാട്ട് കേൾക്കുന്ന ഒരാൾ. ഓഫീസിൽ നിന്നോ കലാലയത്തിൽ നിന്നോ വീട്ടിലേക്ക് മടങ്ങുന്ന യുവതി. ഇവരുടെ രീതികൾ, വസ്ത്രധാരണം, ഉന്മേഷഭാവം, ഇതെല്ലാം ചേരുന്നതാണ് ബെർഗൻ നഗരത്തിലെ ജീവിത കാഴ്ചകൾ. ബൈപാർക്കനിലൂടെ നടക്കുമ്പോൾ പലയിടത്തും കാണാം ഇത്തരം ഫൗണ്ടനുകൾ. ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയ വഴികൾ. ലോകനഗരങ്ങളിൽ അതിൻ്റെ ഹൃദയഭാഗം ഇങ്ങനെയാണ്. വിശാലമായ തുറസായ സ്ഥലങ്ങളും മനോഹരമായ പുഷ്പവാടികളും കൊണ്ട് അലങ്കൃതമായിരിക്കും അവിടങ്ങൾ. ബൈപാർക്കനിലെ മ്യൂസിക് പൗലിയൻ പല വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ അലങ്കൃതമാണ്. മൂറിഷ് രീതിയിലുള്ള ആ പൗലിയൻ 1888ലാണ് സ്ഥാപിതമായത്. ഇത് ഫെസ്റ്റ് പ്ലാസൻ. ഇന്നലെ വൈകുന്നേരവും ഞാൻ ഈ വഴിയിലൂടെയെല്ലാം നടന്നിരുന്നു. ഫെസ്റ്റ് പ്ലാസനിൽ ഇന്നിതാ വിചിത്രമായൊരു കാഴ്ച. കുറേ പേർ തങ്ങളുടെ പട്ടികളുമായി പരേഡ് നടത്തുന്നു. പട്ടികൾക്കുള്ള പ്രത്യേക പരിശീലന പരിപാടിയാണ്. ഓരോ ദിശയിലും തിരിഞ്ഞു നടക്കുമ്പോൾ പ്രോത്സാഹനമായി ഇവർക്ക് തീറ്റ ലഭിക്കുന്നുണ്ട്. അതുതന്നെയാണ് അനുസരണയ്ക്കുള്ള പ്രചോദനം. ഫെസ്റ്റ് പ്ലാസൻ അവസാനിക്കുന്നിടത്ത് ലില്ലെ ലുൻഗെ ഗാർട്ടസ് വാനറ്റ് എന്ന ജലാശയം. 16ാം നൂറ്റാണ്ടിൽ തന്നെ ചുറ്റും പുൽത്തകടി പിടിപ്പിച്ചും മരങ്ങൾ നട്ടുവളർത്തിയും ഈ ജലാശയത്തിന്റെ ചുറ്റുപാടും മനോഹരമാക്കിയിരുന്നു. 1909-ൽ ഒരു മത്സരത്തിലൂടെ പൊയ്കയുടെ ചുറ്റുപാടും കൂടുതൽ സൗന്ദര്യവൽക്കരിക്കാനുള്ള ശില്പിയെ കണ്ടെത്തി.
എയ്നർ ഓസ്കാർ എന്ന ആ ശില്പിയാണ് ഇന്ന് കാണും വിധം നഗരത്തിന്റെ ഈ ഭാഗവും പൊയ്കയുടെ തീരവും പുനഃക്രമീകരിച്ചത്. 2004 ജൂൺ 24 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഫൗണ്ടനാണ് ലുൻഗെ ഗാർട്ടസിൽ ഇപ്പോഴുള്ളത്. അങ്ങേക്കരയിൽ ഉയരമുള്ള ഒരു കെട്ടിടം കാണാം. അതാണ് ബെർഗൻ നഗരത്തിന്റെ പുതിയ സിറ്റി ഹാൾ. കുഞ്ഞുമൊത്തുവന്ന് പൊയ്കയിലെ നീർപക്ഷികൾക്ക് തീറ്റ എറിഞ്ഞു കൊടുക്കുകയാണ് ഒരച്ഛൻ. ലില്ലെ ലുൻഗെ ഗാർട്ടസിന്റെ കരയിൽ പഴക്കം ചെന്നതെന്ന് തോന്നുന്ന ഒരു കെട്ടിടമുണ്ട്. ബെർഗൻ യൂണിവേഴ്സിറ്റിയുടെ മന്ദിരമാണിത്. അതിനപ്പുറം കൺസേർട്ട് ഹാൾ. ഞാൻ യൂണിവേഴ്സിറ്റിക്കരികിലേക്ക് നടക്കുകയാണ്. യൂണിവേഴ്സിറ്റിയെയും കൺസേർട്ട് ഹാളിനെയും വേർതിരിക്കുന്ന ഒരു ചത്വരമുണ്ട് ഇവിടെ. ഗ്രിക് ഹാൾ എന്നാണ് ഈ കൺസേർട്ട് ഹാളിന് പേര്. 1978 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഹാളിൽ 1500 പേർക്കിരുന്ന് കൺസേർട്ടുകൾ ആസ്വദിക്കാം. 1946 ബെർഗൻ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാവുന്നത്. വലിയൊരു പ്രദേശത്ത് വ്യാപിച്ചു നിൽക്കുകയാണ് യൂണിവേഴ്സിറ്റിയുടെ കെട്ടിട സമുച്ചയം. ബെർഗൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികൾക്കെല്ലാം വേദിയാവാറുണ്ട് ഈ പരിസരത്തെ ഹാളുകൾ. വാക്സാൾ മെനിങ്ങൻ എന്ന മറ്റൊരു സ്ക്വയറിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന്റെ ഓരത്ത് പൗരാണിക ഭാവമാർന്ന കെട്ടിടങ്ങൾ. 1928 സ്ഥാപിതമായ ബെർഗൻ ക്രെഡിറ്റ് ബാങ്കിന്റെ പഴയ ആസ്ഥാന മന്ദിരമാണിത്. വാക്സാൾ മെനിങ്ങനിൽ വൈകുന്നേരത്തിന്റെ ജനത്തിരക്ക്. വെയിൽ അസ്തമിച്ച് നേരം ഇരുണ്ടുവരുമ്പോഴും തെരുവിൽ ജനമുണ്ട്. വാക്സാൾ മെനിങ്ങിന് ചുറ്റും ധാരാളം റെസ്റ്റോറന്റുകളുണ്ട്. അതിൽ ഫെലിക്സ് എന്നു പേരുള്ള റെസ്റ്റോറന്റിന്റെ തെരുവിലേക്കിറക്കിയിട്ട കസേരകളിലൊന്നിൽ ഞാൻ സ്ഥാനം പിടിച്ചു. ഇവിടെ ഇരിക്കുമ്പോൾ പട്ടണത്തിന്റെ സായന്തന ജീവിതം കാണാം. രാത്രിയിൽ നഗരത്തിന് പൗരാണികതയുടെ നിറമാണ്. ഇവിടെ നിന്ന് അല്പം ഭക്ഷണം ഓർഡർ ചെയ്യാം. നാട്ടുകാരാവാം വേറെയും ചിലരുണ്ട് റെസ്റ്റോറന്റിൽ. അവരങ്ങനെ സംഭാഷണങ്ങളിൽ മുഴുകിയിരിക്കുന്നു. നേരമിപ്പോൾ 8:30. ഞാനൊരു നോർവീജിയൻ മത്സ്യവിഭവമാണ് ഓർഡർ ചെയ്തിരുന്നത്. അതെത്തി. ആസ്വദിച്ച് തന്നെ അത് കഴിച്ചു തുടങ്ങി. ഈ സമയം റോഡിലൂടെ ഇങ്ങനെ ചില പരസ്യങ്ങൾ നീങ്ങുന്നുണ്ട്. സ്ട്രിപ്റ്റീസ് ഷോ എന്ന പേരുള്ള നൃത്തത്തിന്റെ പരസ്യമാണ്. തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ നടപ്പാതയിലെ കല്ലുകൾ തിളങ്ങുന്നു. തെരുവിലെ ജീവിതം കണ്ടുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. തണുപ്പിന്റെ കാഠിന്യം കൂടി വരുന്നു. തെരുവിലെ ആളുകളുടെ എണ്ണം കുറയുന്നുമുണ്ട്. ബെർഗനിൽ നിന്നും മടങ്ങാനുള്ള നേരമായി. മാർക്കൻ തെരുവിലേക്കാണ് നടന്നെത്തിയിരിക്കുന്നത്. മാർക്കൻ തെരുവിലൂടെ നേരെ നടന്നാൽ റെയിൽവേ സ്റ്റേഷനിലെത്തുമെന്ന് ഈ പട്ടണത്തിൽ വന്നയന്നു തന്നെ പഠിച്ചതാണ്. ഇവിടെ ഇതാ ഒരു വിചിത്ര വാഹനം. മിനി ക്രോസർ എന്നാണിത് അറിയപ്പെടുന്നത്. ഒരാൾക്കിരുന്ന് യാത്ര ചെയ്യാവുന്ന വാഹനം. ഒരു ഇലക്ട്രിക് വീൽ ചെയറിന് ബോഡി നിർമ്മിച്ചതുപോലെയുണ്ട്. നഗരത്തിലൂടെ മഴയും മഞ്ഞുമേൽക്കാതെ ആ വാഹനത്തിൽ സഞ്ചരിക്കാം. മാർക്കനിലൂടെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയുള്ള നടത്തം തുടരുകയാണ്. ഏതോ ട്രെയിനിൽ വന്നിറങ്ങിയ ചിലർ ബാഗും വലിച്ചിഴച്ച് മാർക്കൻ തെരുവിലൂടെ നീങ്ങുന്നു. വെറും 1.5 ദിവസം മാത്രമേ ഞാൻ ഈ നഗരത്തിൽ ചെലവഴിച്ചിട്ടുള്ളൂ. പക്ഷേ എത്രയെത്ര കാഴ്ചകളാണ് ബെർഗൻ എനിക്ക് നൽകിയത്. വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോകുന്ന ഒരു നഗരമാണിത്. ബെർഗൻ റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തിയിരിക്കുന്നു. ക്ലാസിക് ഭാവമുള്ള സ്റ്റേഷൻ ബിൽഡിംഗ്. നേരം 10 മണിയോടടുക്കുന്നു. 10:59 എനിക്ക് ഓസ്ലോയിലേക്ക് പോകാനുള്ള ട്രെയിൻ. സ്റ്റേഷനിലെ കാത്തിരിപ്പ് സ്ഥലത്തേക്ക് ചെന്നു. അകം ചൂടാക്കി നിർത്തിയിരിക്കുന്ന ഒരു ഹാൾ. കുറെ പേർ ഭാണ്ഡക്കെട്ടുകളെല്ലാമായി കാത്തിരിക്കുന്നുണ്ട്. ചുമരിലെ ബോർഡിൽ നിന്നും കൃത്യം 10:59 തന്നെ ട്രെയിൻ പുറപ്പെടുമെന്ന് മനസ്സിലായി. 3-ാം പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ എത്തുക. കാത്തിരിപ്പ് സ്ഥലത്തു നിന്നും പ്ലാറ്റ്ഫോമുകൾ തുടങ്ങുന്നിടത്തേക്കാണ് നടന്നെത്തിയത്. വലിയൊരു സ്റ്റേഷനൊന്നുമല്ല ബെർഗനിലേത്. 3-4 ട്രെയിനുകളെ ഒരേ സമയം ഇവിടെ നിർത്തിയിടാനാവുകയുള്ളൂ. 4 പ്ലാറ്റ്ഫോമുകളിലും ഓരോ വണ്ടികൾ കിടപ്പുണ്ട്.
3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണല്ലോ എനിക്ക് കയറേണ്ട വണ്ടി. അതിലുള്ള വണ്ടിയുടെ വിവരവുമുണ്ട് ഡിജിറ്റൽ ബോർഡിൽ. കുറേ ആളുകൾ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലൂടെ ട്രെയിനിൽ കയറാൻ നടക്കുന്നുണ്ട്. 8ാമത്തെ ബോഗിയിലാണ് എനിക്കുള്ള സീറ്റ്. ഇത് 12ാം നമ്പർ ബോഗിയാണ്. നമ്പറിനനുസരിച്ച് കോച്ചുകളുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ കോച്ചുകൾ സ്ലീപ്പർ ക്യാബിനുകളുള്ളതാണ്. 2 പേർക്ക് കിടന്നുറങ്ങാവുന്നതും 4 പേർക്ക് കിടന്നുറങ്ങാവുന്നതുമായ കൂപ്പേകളുണ്ട് ഇതിൽ. അത്തരം ക്യാബിനുകളിൽ നീണ്ടു നിവർന്ന് കിടന്ന് സുഖമായി ഉറങ്ങാം. വലിയ ടിക്കറ്റ് നിരക്കാണ് അത്തരം ക്യാബിനുകൾക്ക്. ഞാൻ ഇരുന്ന് യാത്ര ചെയ്യാവുന്ന ഒരു സീറ്റിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. രാവിലെ 6:30 മാത്രമേ ഇത് ഓസ്ലോയിൽ എത്തുകയുള്ളൂ എന്നോർക്കണം. 8ാം നമ്പർ ബോഗി കണ്ടുപിടിച്ചു. അതിനകത്ത് കയറി. ഇന്ന് രാത്രി മുഴുവൻ ഇനി ഇതിൽ ഇരുന്നുറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. കിടന്നുറങ്ങാൻ സൗകര്യമുള്ള ഒരു ക്യാബിൻ ബുക്ക് ചെയ്യാമായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നു. സീറ്റ് കണ്ടുപിടിച്ചു. കൃത്യസമയത്ത് തന്നെ ട്രെയിൻ നീങ്ങിത്തുടങ്ങി. എനിക്ക് ഒട്ടേറെ കാഴ്ചകൾ സമ്മാനിച്ച ബെർഗൻ നഗരം തന്നെ പിന്നിലാവുന്നു. ബെർഗന്റെ സ്മരണകൾ പക്ഷേ മനസ്സിൽ നിന്ന് മായുന്നില്ല. ഈ ബോഗിയിലെ സീറ്റിലിരുന്ന് ഉറങ്ങാനാവുന്നില്ല. ബെർഗനോട് വിട പറയാനുള്ള മടികൊണ്ട് തന്നെയാവും ഉറക്കം വരാത്തത്. ബെർഗൻ എന്നൊരു പട്ടണത്തെക്കുറിച്ച് പ്രേക്ഷകരിൽ നല്ലൊരു ഭാഗവും ചിലപ്പോൾ ഈ സഞ്ചാരം എപ്പിസോഡുകളിൽ കൂടെയാവും കേൾക്കുന്നത്. പുറത്ത് വൈദ്യുതി വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന കെട്ടിടങ്ങൾ, ജലാശയത്തിൽ അവയുടെ പ്രതിബിംബം. ആ നഗരം കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒരു രാത്രിയിലെ യാത്രയ്ക്ക് ശേഷം നേരം പുലർന്നു തുടങ്ങുമ്പോൾ ട്രെയിൻ ഓസ്ലോ നഗരത്തോട് അടുക്കുകയാണ്. ഓസ്ലോയിലെ കെട്ടിടങ്ങൾക്കകത്തെല്ലാം രാത്രി മുഴുവൻ ഇങ്ങനെ ലൈറ്റ് തെളിഞ്ഞുകിടക്കും. 6:25 ഓസ്ലോയിൽ വണ്ടി എത്തുമെന്നാണ് അറിയിപ്പ്. സമയം 6:21. ഇനി 4 മിനിറ്റ് കൊണ്ട് ഓസ്ലോ സ്റ്റേഷനിലെത്തും. കൃത്യസമയം പാലിച്ചിരിക്കുന്നു. ഓസ്ലോ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. എതിർവശത്തെ ട്രാക്കിൽ ഒരു വണ്ടി യാത്ര പുറപ്പെടുകയാണ്. അതിലെ സീറ്റുകൾ മിക്കതും ഒഴിഞ്ഞാണ് കിടക്കുന്നത്. പുലർക്കാലത്തിന്റെ ഉന്മേഷമാർന്ന ഓസ്ലോയുടെ സ്റ്റേഷനിൽ വണ്ടി എത്തി നിന്നു. ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. അന്തരീക്ഷത്തിൽ ചെറിയ മൂടലുണ്ട്. വെയിൽ തെളിയാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ ആ വെയിൽ അനുഭവിക്കാനും ഓസ്ലോയുടെ തെരുവുകളിലൂടെ വീണ്ടുമൊന്ന് നടക്കാനും ഇനി സാധ്യമല്ല. ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. നോർവീജിയൻ സഞ്ചാരത്തിന്റെ അവസാന ഘട്ടമാണിത്. ഇനി എനിക്ക് എയർപോർട്ടിലേക്ക് പോകണം. ഒരു സിറ്റി ട്രെയിൻ നിൽപ്പുണ്ടിവിടെ. ഓസ്ലോ നഗരത്തിന് പുറത്തേക്കോ മറ്റേതോ പട്ടണത്തിലേക്കോ പോകുന്നവർ ബാഗുകളുമായി അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ദീർഘദൂര ട്രെയിനല്ല. വിവിധ ഓഫീസുകളിലേക്കോ മറ്റു തൊഴിലിടങ്ങളിലേക്കോ പോകുന്നവരും അതിരാവിലെ പുറപ്പെടുന്ന ഈ ട്രെയിനിൽ കയറുന്നുണ്ടാവും. ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ ബിൽഡിങ്ങിനകത്തേക്കു കയറി. ഇവിടെ നിന്നും എയർപോർട്ടിലേക്ക് സർവീസ് നടത്തുന്ന എയർപോർട്ട് എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഒരു ട്രെയിനുണ്ട്. അത് മറ്റേതോ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് പുറപ്പെടുക. എയർപോർട്ട് എക്സ്പ്രസിൽ കയറാൻ താഴെ നിലയിലേക്ക് ഇറങ്ങണമെന്ന് ഇവിടെ ബോർഡുണ്ട്. എസ്കലേറ്റർ വഴി താഴേക്ക് പോകാം. എല്ലായിടത്തും സൂചനാ ബോർഡുകളുണ്ട്. ഇവിടെ കാണുന്ന ഒരാളോടും ചോദിച്ച് ട്രെയിനോ പ്ലാറ്റ്ഫോമോ സംബന്ധിച്ചുള്ള വിവരം ഗ്രഹിക്കാനാവില്ല. അവരും യാത്രികരാവാം. ഇതാണ് ടിക്കറ്റ് ലഭിക്കുന്ന ഇടം. ടിക്കറ്റ് നൽകാൻ ആരുമില്ല. ഇക്കാണുന്ന മെഷീനിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വയം ടിക്കറ്റ് എടുക്കാം. മെഷീനിൽ നിന്നും ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ്. വലിയ ഭാണ്ഡങ്ങളുമായി വേറെയും ആളുകൾ എയർപോർട്ട് എക്സ്പ്രസിൽ കയറാൻ നടക്കുന്നുണ്ട്. അങ്ങനെ പ്ലാറ്റ്ഫോമിലെത്തുമ്പോൾ അതിൻ്റെ 2 വശങ്ങളിലുമായി 2 ട്രെയിനുകൾ കിടക്കുന്നുണ്ട്. വലതുവശത്തുള്ളതാണ് എയർപോർട്ട് എക്സ്പ്രസ് ട്രെയിൻ. അതിലാണ് എനിക്ക് പോകേണ്ടത്.
ഇവിടെ നിന്നും ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് ഈ ട്രെയിൻ എയർപോർട്ടിലെത്തും. വെട്ടിത്തിളങ്ങുന്ന ഒരു സുന്ദരൻ ട്രെയിൻ. ഞാൻ ട്രെയിനിനകത്തേക്ക് ചെന്നു കയറി. നല്ല സീറ്റുകൾ. സൈലന്റ് സോണാണ് ഈ കോച്ച്. ഉറക്കെ സംസാരിക്കാൻ പാടില്ല. മൊബൈൽ ഫോൺ സൈലന്റ് മോഡിൽ ഇടുകയും വേണം. ഓസ്ലോ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഓസ്ലോയുടെ സിറ്റി സെന്ററിൽ നിന്നും 35 കിലോമീറ്റർ അകലെയാണ് എയർപോർട്ട്. ഓസ്ലോയുടെ ആധുനിക കാല കെട്ടിടങ്ങൾ പിറകിലായിക്കൊണ്ടിരിക്കുന്നു. നല്ല തണുപ്പുള്ള പ്രഭാതത്തിൽ പട്ടണം ആലസ്യം വിട്ടുണർന്നിട്ടില്ലെന്ന് തോന്നും. കിഴക്ക് ഉദയസൂര്യൻ മാനം ചുവപ്പിക്കുന്നു. നല്ല വെയിൽ തെളിയണം നോർവേയുടെ പട്ടണങ്ങളും ഗ്രാമങ്ങളും സജീവമാകാൻ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു രാജ്യം തന്നെയാണ് നോർവേ. പ്രകൃതി മനോഹാരിത മാത്രമല്ല, എവിടെയുമുള്ള വൃത്തി, അടുക്കും ചിട്ടയും, അടിസ്ഥാന സൗകര്യങ്ങളിലെ പൂർണ്ണത, ജീവിത നിലവാരം, ഗ്രാമീണ ജീവിതം, കൃഷിയിടങ്ങൾ, മനുഷ്യരുടെ കുലീനത്വം, പാരമ്പര്യം, അതെല്ലാം തന്നെ എന്നെ ആകർഷിച്ച ഘടകങ്ങളാണ്. നോർവേയെ കൂടുതൽ അറിയാനും അനുഭവിക്കാനും ഇവിടേക്ക് ഇനിയും വരേണ്ടതുണ്ടെന്ന തിരിച്ചറിവോടെയാണ് എൻ്റെ മടക്കം. ട്രെയിൻ എയർപോർട്ടിലെ സ്റ്റേഷനോട് അടുക്കാറായി എന്ന സൂചന നൽകിക്കൊണ്ട് മുന്നിലെ സീറ്റിലിരിക്കുന്നവരെല്ലാം എണീറ്റു തുടങ്ങിയിരിക്കുന്നു. ഞാനും സീറ്റിൽ നിന്ന് എണീറ്റപ്പോഴേക്കും ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. എയർപോർട്ടിനകത്തു തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. വണ്ടി നിന്നു. മറ്റ് യാത്രികർക്ക് പിന്നാലെ ഞാനും പുറത്തേക്ക് നടക്കുകയാണ്. ഇവിടെ ട്രെയിനിൽ വെച്ച് ടിക്കറ്റ് ആരും പരിശോധിച്ചിരുന്നില്ല. എന്തിനാണ് ഒരു ടിക്കറ്റ് എടുത്തതെന്ന ചിന്തയോടെയാണ് ഞാൻ ഇറങ്ങുന്നത്. ഇതാണ് പ്ലാറ്റ്ഫോം ഗേറ്റുകൾ. ഒന്ന് തള്ളിയാൽ തുറന്നു കിട്ടുമെന്ന് തോന്നും. പക്ഷേ കാർഡിട്ടാൽ മാത്രമേ ഇവ തുറക്കൂ. അത് തുറന്ന് എയർപോർട്ടിലേക്ക് കയറണമെങ്കിൽ നേരത്തെ എടുത്ത ടിക്കറ്റ് ഇടണം. ഇപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിലെ മെഷീനിൽ നിന്നെടുത്ത ടിക്കറ്റ് ആവശ്യമായി വരുന്നത്. പ്ലാറ്റ്ഫോമിലൂടെ എയർപോർട്ടിലേക്ക് നടക്കുകയാണ്. എയർപോർട്ട് ടെർമിനലിന് മുന്നിലെത്തിയിരിക്കുന്നു. ഓസ്ലോ ഇന്റർനാഷണൽ എയർപോർട്ട്. നേരം 7:15 ഇനി ചെക്ക് ഇൻ ചെയ്യണം. വലിയ ലഗേജൊന്നും കൈവശമില്ല. പുറത്തു തൂക്കാവുന്ന ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. സെൽഫ് ചെക്ക് ഇന്നിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പക്ഷേ എനിക്ക് യാത്ര ചെയ്യേണ്ട ഖത്തർ എയർവേസിന് ആ സംവിധാനമില്ല. ആധുനിക സംവിധാനങ്ങളെല്ലാമുള്ള നല്ലൊരു എയർപോർട്ടാണ് ഓസ്ലോയുടേത്. 115 ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഇവിടെ നിന്നും വിമാന സർവീസുണ്ട്. 2.25 കോടി യാത്രക്കാരാണ് പ്രതിവർഷം ഈ എയർപോർട്ടിലൂടെ കടന്നു പോകുന്നത്. 1740 മുതൽ നോർവീജിയൻ ആർമിയുടെ ബാരക്കുകൾ ഉണ്ടായിരുന്ന പ്രദേശത്താണ് ഇന്ന് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 1998 വിപുലമായ രീതിയിൽ ഈ ഇന്റർനാഷണൽ എയർപോർട്ട് നിലവിൽ വരുന്നത്. കുറേ നേരം ഗേറ്റിൽ കാത്തിരുന്നു. വിരസമായ ആ കാത്തിരിപ്പൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഗേറ്റിൽ നിന്നും എയ്റോ ബ്രിഡ്ജിലൂടെ ഖത്തർ എയർവേസിന്റെ വിമാനത്തിലേക്ക് നടക്കുകയാണിപ്പോൾ. ഓസ്ലോയിലേക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റുകളിൽ അധികം ആളുകളില്ല എന്നത് എനിക്ക് എയർപോർട്ടിലെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു. വിമാനത്തിലും സീറ്റുകൾ മിക്കതും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. വിമാനം ടേക്ക് ഓഫ് ചെയ്താൽ ഉടനെ നീണ്ടു നിവർന്ന് കിടന്നൊന്നുറങ്ങണം. സ്കാൻഡിനേവിയൻ എയർലൈൻസിന്റെ വിമാനമാണ് ഇത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ പ്രമുഖമായ വിമാന കമ്പനിയാണ് സ്കാൻഡിനേവിയൻ എയർലൈൻ സിസ്റ്റം അഥവാ സാസ്. സ്വീഡൻ ആസ്ഥാനമാക്കിയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ ഏതാണ്ട് പകുതി ഒഴിഞ്ഞ സീറ്റുകളുമായി ഖത്തർ എയർവേസിന്റെ വിമാനം യാത്ര തുടങ്ങുകയാണ്. ഇനി ദീർഘമായ 12 മണിക്കൂർ യാത്രയുണ്ട് കൊച്ചിയിലെത്താൻ. ഇങ്ങനെയൊരു യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ആശങ്കകളായിരിക്കും. കുറേ നാൾ ഓഫീസിൽ നിന്ന് വിട്ട് ചിത്രീകരണത്തിൻ്റെ തിരക്കുകളിൽ മുഴുകുമ്പോൾ നാട്ടിൽ കുറേയേറെ പ്രശ്നങ്ങൾ എന്നെ കാത്തിരിപ്പുണ്ടാവും. അതെല്ലാം ഇനി അവിടെ എത്തി നേരിടണം. അത്തരമൊരു ആശങ്കയാകുന്ന മടക്കയാത്ര ഇല്ലെന്നു തന്നെ പറയാം.
എങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടെ അങ്ങനെയിരിക്കും. നോർവേയുടെ മണ്ണിലൂടെ കുതിച്ചോടുന്ന വിമാനം പിന്നെ ആകാശത്തേക്ക് ഉയരുകയാണ്. താഴെ നോർവേയുടെ സുന്ദരമായ ഭൂമി. നോർവേയിലേക്ക് ഇനിയും വരണം. മഞ്ഞുകാലത്തെ നോർവേയെ കാണുക എന്നതും ആഗ്രഹമാണ്. വിമാനം ഉയർന്നപ്പോഴേക്കും ആളുകൾ പലരും ഉറക്കം തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം മേഘങ്ങൾ നോർവേയുടെ കാഴ്ചയെ എന്നിൽ നിന്നും മറച്ചുകളഞ്ഞു.